ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഈ ഒരു API പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വൾനറബിൾ ആയിട്ടുള്ള വെബ് ആപ്പ് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ പേരാണ് CRAPI അഥവാ നമുക്ക് ക്രാപ്പി എന്ന് വേണമെന്നെങ്കിൽ പറയാം. സോ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സാണ് നമ്മൾ ഈ ഒരു വീഡിയോ വഴി നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കാലി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്യാം. ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വെബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഡോക്കർ ത്രൂ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് sudo apt install sudo apt install -y docker io എന്നുള്ളൊരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ഡോക്കർ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡോക്കർ എനേബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് sudo അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡോക്കർ എനേബിൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് sudo system ytl enable docker now എന്നുള്ള ഈ ഒരു കമാൻഡാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ എന്തായിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ഡോക്കർ എനേബിൾ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഡോക്കർ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു CRAPIയുടെ വെബ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ GitHub പേജിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് CRAPI എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഫസ്റ്റിൽ വരുന്ന CRAPI എന്നുള്ള ഈ ഒരു GitHub പേജാണ്. ത്രൂ ആയിരിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കമാൻഡായിട്ട് ലിനക്സ് മെഷീനിൽ നമ്മൾ കാലിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് കമാൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കേൾ യൂസ് ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു കേൾ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു docker -compose YML എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാലിയിൽ ആദ്യം കേൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, നമ്മളത് കേൾ ചെയ്തു. നിങ്ങളൊരു IT പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ മറ്റൊരു പ്രൊഫഷനിൽ നിന്നും കരിയർ സ്വിച്ച് ചെയ്ത് സൈബർ സെക്യൂരിറ്റി ഡൊമൈനിലേക്ക് വരാനോ പഠിക്കാനോ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ പെറ്റില ടയർ 1 പ്രീമിയം പേഴ്സണൽ ട്രെയിനിങ് വഴി നിങ്ങൾക്കും സൈബർ സെക്യൂരിറ്റി പഠിക്കാം. 1-to-1 മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങളും ട്രെയിനറും മാത്രമേ ക്ലാസ്സിലുണ്ടാവൂ. അതും നിങ്ങളുടെ ആവശ്യാനുസരണം സിലബസ് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട്. കഴിഞ്ഞില്ല, എടുക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ഞങ്ങളുടെ പോളിസി പ്രകാരം ഫുൾ എമൗണ്ട് റീഫണ്ടോ. ഫോർ മോർ ഡീറ്റെയിൽസ് താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. അടുത്ത കമാൻഡായിട്ടുള്ള ഈ ഒരു സ്റ്റെപ്സ് പ്രകാരമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയേഴ്സ് പൂർത്തിയാക്കാനായിട്ട് പോകുന്നത്. സോ ദെൻ docker compose pull ഈ ഒരു കമാൻഡ് വഴി എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു docker compose.yml എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫയലിലുള്ള വേരിയസ് ഡോക്കർ ഇമേജസിന് എന്ത് ചെയ്യും, പുൾ ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ റൂട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൂട്ടിൻ്റെ പെർമിഷൻ കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, sudo കൊടുക്കുകയാണ്. ദെൻ മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യാനുള്ള കമാൻഡ്സ് ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ദെൻ നെക്സ്റ്റ് അവസാനമായിട്ട് എന്ത് ചെയ്യണം, ഒരു പ്രൊസീജിയറും കൂടെ ഉണ്ട്, ഒരു കമാൻഡ് കൂടെ ഉണ്ട്. docker compose -f എന്ന് തുടങ്ങുന്ന ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ഡോക്കറിന് ആവശ്യമായിട്ടുള്ള സർവീസസും കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ കമാൻഡ് കൊടുക്കാം. സോ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഇവിടെ റൂട്ടിൻ്റെ ഒരു പെർമിഷൻ കൊടുക്കണം, sudo കൊടുക്കുകയാണ്. സോ സക്സസ്ഫുള്ളി എന്തായിട്ടുണ്ട്, നമ്മളെ ഈ ഒരു ഡോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് റൺ ആവുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കാനായിട്ട് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഈ ഒരു GitHub പേജിൽ തന്നെ അവസാനമായിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലോക്കൽ ഹോസ്റ്റിൻ്റെ ഒരു കമാൻഡ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കാലിയിലുള്ള ഫയർഫോക്സിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി നമ്മൾ ഈ ഒരു വെബ് ആപ്പ് വൾനറബിൾ ആയിട്ടുള്ള ഈ ഒരു API പെൻ ടെസ്റ്റിംഗ് ആവശ്യമായിട്ടുള്ള ഈ ഒരു വെബ് ആപ്പ് നമ്മൾ എന്ത് ചെയ്തു, സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തു. അടുത്ത വീഡിയോയിൽ നമുക്ക് പോസ്റ്റ്മാൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യങ്ങൾ നോക്കാം. താങ്ക് യു ഓൾ.